കണ്ണൂർ ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എളയാവൂരിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂരയും റൂഫിംഗ് ഷീറ്റുകളും തകർന്നു. മരങ്ങൾ വീണ് പ്രദേശത്തെ വൈദ്യുതി ബന്ധം താറുമാറായി. സേവാഭാരതി പ്രവർത്തകരുടെ ഇടപെടലിൽ വീടുകൾ താൽക്കാലികമായി വാസയോഗ്യമാക്കി. അതിനിടെ നെടുംപൊയിലിൽ വീടിന് മുകളിൽ മരം വീണ് 3 പേർക്ക് പരിക്കേറ്റു. സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി എളയാവൂർ എന്ന പ്രദേശം കടന്നുപോയത്. അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂരയും റൂഫിംഗ് ഷീറ്റുകളും തകർന്നു. കാറ്റിൽ പറന്നുപോയ ഒരു വീടിന്റെ റൂഫിംഗ് ഷീറ്റ് 400 മീറ്റർ അപ്പുറത്തു നിന്നാണ് കണ്ടെത്തിയത്. മേൽക്കൂര തകരുന്നതിനിടെ വീട്ടുകാർ പലരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. 9 മണിക്കുള്ളിൽ ഒരു കാറ്റടിക്കുന്ന രീതിയിൽ ആ സൈഡിൽ നിന്ന് എന്തോ ഒരു കറങ്ങി വരുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത്. അതിനുശേഷം ഇങ്ങനെ ഒരു നിരങ്ങി വീഴുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മളും അച്ഛനും അമ്മയും 2 മക്കളുമാണ് ഞാനും കൂടി ഉണ്ടായിരുന്നത്. നമ്മൾ അടുക്കള വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ. ആ വഴി അടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുക ചെയ്തത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് രക്ഷപ്പെട്ടു. മരങ്ങൾ വൈദ്യുതി ലൈനിൽ പൊട്ടി വീണ് പ്രദേശത്തെ വൈദ്യുതി ബന്ധം താറുമാറായി. സേവാഭാരതി പ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പല വീടുകളും താൽക്കാലികമായെങ്കിലും താമസയോഗ്യമാക്കിയത്. നമ്മുടെ ഒരു നിഗമനത്തിലാണ് 10-25 വീടെങ്കിലും വാസയോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇന്നലെ നാട്ടുകാർ രാത്രി നോക്കാതെ മഴ നോക്കാതെ കിണഞ്ഞ് പരിസരിച്ചതിൻ്റെ ഭാഗത്താണ് ഇത്രയും ആൾക്കാർക്ക് താമസിക്കുവാനും ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത്. സേവാപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കൂടി ഒന്നിച്ച് കൈമെയ് മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇട്ടാവുന്ന ഷീറ്റുകളും ഓടുകളൊക്കെ വെച്ച് താൽക്കാലികമായിട്ട് വാസയോഗ്യമാക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ് ഇതെങ്കിലും സംഭവിച്ചിട്ടുള്ളത്. അതിനിടെ നെടുംപൊയിലിൽ വീടിന് മുകളിൽ മരം വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഷിജു, ഭാര്യ വത്സല, മകൾ സ്നേഹ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 13 എണ്ണവും തുറന്നു. ജനം, കണ്ണൂർ.